എന്നിട്ട് ഈ ഒരു തക്കാളിപ്പഴത്തിൻ്റെ മുകളിൽ ഞാൻ തേക്കാൻ പോകുന്ന ഐറ്റമാണ് നമ്മുടെ ഈ തക്കാളിപ്പഴത്തെ ഒരാഴ്ച വരെ കേടാക്കാതെ ഇരിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്നത് ഒരു 3 തക്കാളിപ്പഴമാണ്. നമുക്കറിയാം നമ്മുടെ വീട്ടിൽ എല്ലാവരും അടുക്കളയിൽ എല്ലാവർക്കും ഉപയോഗപ്രദമായ ഒരു കാര്യം തന്നെയാണ് ഈ തക്കാളി എന്ന് പറയുന്നത്. ഒരുപാട് കറികൾ ഉണ്ടാക്കാനും അതുപോലെ മറ്റ് സലാഡിലൊക്കെ ചേർക്കാനും ഏറ്റവും നല്ല സാധനം തന്നെയാണ്. അപ്പം കുറച്ച് വില കൂടുതലുമാണ്. അതുകൊണ്ട് തന്നെ ഈ സാധനം മേടിച്ചാൽ പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന പച്ചക്കറിയിലൊരു ഐറ്റമാണ് ഈ തക്കാളിപ്പഴം എന്ന് പറയുന്നത്. ഒരു 2-3 ദിവസം ഇരിക്കുമ്പോൾ തന്നെ ഈ ഒരു തൊലിയൊക്കെ ഇപ്പോൾ ഭംഗിയായിട്ടിരിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു തൊലിയൊക്കെ പതുക്കെ ചുരുങ്ങി ഇത് പന്നലായി പോകും, അല്ലെങ്കിൽ ഇത് അഴുകിപ്പോവും. എന്നിട്ട് നമുക്ക് ഇതൊരു ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഇരുന്നാൽ പോലും, അതായത് ഫ്രിഡ്ജിനകത്തുള്ള കാര്യമല്ല, ഫ്രിഡ്ജിന് പുറത്തൊരു ഒരാഴ്ച ഇരുന്നാൽ പോലും ഈ തക്കാളിപ്പഴം ഇനി കേടാകത്തില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ട്രിക്കാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മൾ കടയിൽ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മളിത് കഴുകി എപ്പോഴും എടുക്കാറുള്ളൂ. കഴുകി മാത്രമേ ഏതൊരു പച്ചക്കറിയും കൊണ്ടുവന്നാൽ നല്ല ഉപ്പുവെള്ളത്തിലോ മഞ്ഞപ്പൊടിയിലൊക്കെ ഇട്ട് കഴുകി മാത്രമേ ഉപയോഗിക്കാവൂ. കാരണം ഒരുപാട് ഈ ഒരു കീടനാശിനികൾ അടിച്ചു വരുന്ന സാധനമാണ്. മാരകമായ പല അസുഖങ്ങളും ഇപ്പം പച്ചക്കറിയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ഉപ്പ് വെള്ളത്തിലോ അതല്ല നമ്മുടെ ഈ ഒരു മഞ്ഞപ്പൊടി വെള്ളത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള പച്ചക്കറികൾ ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളും ആദ്യം തന്നെ ഇതുപോലുള്ള അല്ലെങ്കിൽ ഈ തക്കാളിപ്പഴം കുറച്ച് വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മുക്കി കഴുകിയെടുക്കണം കേട്ടോ. ഇതിൽ ഉപ്പൊന്നും ഇല്ല എങ്കിൽ പോലും നിങ്ങൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഉപ്പോ ഞാൻ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ കഴുകിയെടുത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു 3 എണ്ണം ആദ്യം ഒന്ന് കഴുകിയെടുക്കുക. എന്നിട്ട് ഞാൻ 3 എണ്ണം നല്ല രീതിയിലൊന്ന് വെള്ളത്തിൽ മുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കറിയാം, നമുക്കിത് നന്നായിട്ടേ ഇത് സാധാരണ നമ്മളിങ്ങനെ കഴുകിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ നമ്മളിതിനെ കഴുകിയിട്ട് ഡയറക്റ്റായിട്ട് എങ്ങും എടുത്ത് വെക്കാൻ പാടില്ല. നമുക്കിതിനെ തുടയ്ക്കണം. അതായത് ഇതിനകത്തുള്ള വെള്ളമായി മുഴുവനായിട്ടും തുടയ്ക്കണം. അതിനുവേണ്ടി ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തുണി ആയാലും മതിയോ, നല്ല വൃത്തിയുള്ളൊരു തുണി വെച്ച് നമുക്ക് ഇതിനെ തുടച്ചെടുത്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. എല്ലാവർക്കും അറിയാമല്ലോ, എപ്പോഴും തക്കാളിപ്പഴത്തിൻ്റെതേ ഈ ഒരു മുകൾ ഭാഗമായിരിക്കും ചെയ്യുന്നത്. അപ്പം ആ ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മൾ ആ ഒരു ട്രിക്ക് കാണിക്കാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ ഈ പറഞ്ഞതിൻ്റെ തൊട്ട് നമുക്ക് ഈ ഒരു തക്കാളിപ്പഴം മുഴുവനായിട്ടൊന്ന് തുടച്ചെടുക്കാം. 3 തക്കാളിപ്പഴം നല്ല രീതിയിൽ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഒരു പാത്രം നിങ്ങൾ ആദ്യം തൊട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവും. ഇതെന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന വെളിച്ചെണ്ണ തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് ഉപയോഗശേഷം മാറ്റി വെച്ചിരിക്കുന്ന എണ്ണയോ അല്ലെങ്കിൽ പാം ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഒരു വിരൽ കൊണ്ട് നമുക്ക് കുറച്ച് മാത്രം, ഒരു വിരലിൽ തൊടുന്നതിന് മാത്രം എടുത്തിട്ട് ഈ മുകളിൽ ചെയ്യുന്ന ഭാഗം ഉണ്ടല്ലോ, തക്കാളിപ്പഴത്തിൻ്റെ ആദ്യം ചെയ്യുന്ന ഭാഗമാണ് ഈ തണ്ട് നമ്മൾ ഒടിച്ചെടുക്കുന്ന ഭാഗം. അപ്പം അവിടെ ആയിട്ട് വെറുതെ ഇങ്ങനെ ചുമ്മാ ഒന്ന് പുരട്ടി കൊടുക്കുക. ജസ്റ്റ് ഒന്ന് കട്ടിക്കുക കേട്ടോ. ഒരുപാടൊന്നും എടുക്കണ്ട. നമ്മുടെ കയ്യിൽ കൊള്ളുന്ന രീതിയിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തടവി കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 3 തക്കാളിപ്പഴത്തിൻ്റെയും മുകളിലായിട്ട് ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുക്കാം. അന്നേരം എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങൾ വളരെയധികം കാലം നാച്ചുറലായിട്ടും അത് ഫ്രിഡ്ജിനകത്ത് വെക്കാതെ നാച്ചുറലായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ കാണിച്ചത്. തക്കാളിപ്പഴത്ത് ഇതുപോലെ നമുക്കൊരു വെളിച്ചെണ്ണ തേച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരാഴ്ച വരെ കേടാകാതിരുന്നോളും. അതിനുള്ള കാരണം ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഇവിടെയാണ് ചീഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ആ ചീഞ്ഞു തുടങ്ങുന്ന ഭാഗത്തിന് ഡയറക്റ്റായിട്ട് കീടാണുക്കളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തിലുള്ള യാതൊരു വിധമായ കീടങ്ങളും അതിനകത്ത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു വെളിച്ചെണ്ണ തേച്ചത്. അപ്പോൾ ഇത് കൂടുതൽ കാലം ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ ഇത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. എല്ലാവരും വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കുക. ഫ്രിഡ്ജില്ലെങ്കിൽ പോലും ഒരാഴ്ചത്തോളം നമുക്കിതിനെ പുറത്ത് വെച്ചത് കേടാതിരുന്നോളും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോ വീണ്ടും വരുന്നവരേക്കും നമസ്കാരം.